മേരീസ് ലവ്ലി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് തയ്യാറാക്കുന്നത്. ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചൂടുവെള്ളമൊന്നുമല്ല, സാധാരണ പച്ചവെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1.5 കപ്പ് ഗോതമ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് ഗോതമ്പൊടി ഇട്ട് ഇതൊന്ന് അടിച്ചെടുക്കുകയാണെങ്കിൽ മിക്സിയുടെ ജാറിൽ പിടിക്കാതെ തന്നെ നമുക്ക് പൊടി നന്നായിട്ട് കലങ്ങി കിട്ടും. ഇത് മിക്സിയുടെ ജാറിലിട്ട് അടിക്കണമെന്നില്ല, ബൗളിൽ ഒഴിച്ച് ഫോർക്കോ എന്തെങ്കിലുമൊക്കെ വെച്ച് നന്നായിട്ട് കലക്കിയെടുത്താലും മതി. ഇപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇത് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആവാനായിട്ട് ഞാനൊരു 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു സ്പൂൺ വെച്ചൊന്ന് ഇളക്കിയിട്ടതിന് ശേഷം ഒന്നുകൂടെ ഇത് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മളിത് കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ഷുഗറും കൂടി ചേർക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഞാൻ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ തൈരാണ്. ഞാനിത് കട്ടിയായ തൈര് ഒന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ്. ഇത് നമ്മൾ ഗോതമ്പ് പൊടി അടിച്ചെടുക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താലും മതി. ഇനി ഇത് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് മാറ്റി വയ്ക്കാം. 10 മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിതെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അല്പം വെജിറ്റബിളും കൂടി ചേർക്കുന്നുണ്ട്. ക്യാരറ്റും മല്ലിയില അരിഞ്ഞതും അല്പം തേങ്ങ ചിരകിയതും കൂടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു 3 ടേബിൾ സ്പൂൺ വീതമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ചേർക്കാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഇതിലേക്ക് ഇത് മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇതൊന്നും ചേർത്തില്ലെങ്കിലും ഗോതമ്പ് കൊണ്ടുള്ള ദോശ നമ്മൾ തയ്യാറാക്കാറുള്ളതാണ്. നമ്മളിതിലേക്ക് ക്യാരറ്റും മല്ലിയില തേങ്ങയൊക്കെ ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഇതൊന്ന് ടേസ്റ്റ് കൂടും. വേണമെങ്കിൽ അല്പം പച്ചമുളകോ ഇഞ്ചി ചെറുതായി അരിഞ്ഞതോ ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഒരല്പം സോഫ്റ്റായിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ്, ഒന്ന് പൊങ്ങി കിട്ടുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളിതിലേക്ക് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്. ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഇളക്കി യോജിപ്പിക്കാം. അതിനുശേഷം പെട്ടെന്ന് തന്നെ നമുക്കിതുകൊണ്ട് ദോശ തയ്യാറാക്കിയെടുക്കാം. ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം തളിച്ചു കൊടുത്ത് ചൂടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു തവി മാവ് കോരി ഒഴിക്കാം. ചെറുതായിട്ടൊന്ന് പരത്താം. മുകൾ ഭാഗം ഒന്ന് വെന്ത് വരുമ്പോഴേക്കും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ മുകൾ വശം ഒന്നായി വന്നിട്ടുണ്ട്. ചെറിയ ഹോൾസൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു വയ്ക്കാം. 1 മിനിറ്റ് കൊണ്ട് തന്നെ ദോശ വെന്ത് കിട്ടും. ഒന്ന് തിരിച്ചും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഗോതമ്പ് ദോശ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ദോശയെല്ലാം തയ്യാറാക്കി എടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. ഗോതമ്പ് ദോശ നമ്മൾ വെറുതെ തയ്യാറാക്കി എടുക്കുമ്പോൾ അത് കഴിക്കാനായിട്ട് പലർക്കും മടിയായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇതിൽ മല്ലിയിലയോ ക്യാരറ്റോ ഒക്കെ ചേർത്ത് തേങ്ങയും ഒക്കെ ചേർത്ത് തയ്യാറാക്കുമ്പോൾ അത് കുറച്ചും കൂടി ടേസ്റ്റ് കൂടും. കാണാനും ഒരു ഭംഗിയുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റുമായിരിക്കും. അപ്പോൾ ഇനി ഗോതമ്പ് ദോശ തയ്യാറാക്കുമ്പോൾ ഇതുപോലെയൊക്കെ ചേർത്ത് തയ്യാറാക്കി നോക്കുക. അപ്പോൾ ഞാൻ ഇതുപോലെ ദോശയെല്ലാം ഇവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം. നേരത്തെ തന്നെ ഇത് കലക്കി വെക്കുകയൊന്നും വേണ്ട. ഇനി ഇതിലേക്ക് അത് കഴിക്കാനായിട്ട് നമുക്കൊരു ചട്നിയും കൂടി തയ്യാറാക്കാം. അതിനായിട്ട് 1.5 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഞാനിവിടെ 2 വെളുത്തുള്ളിയിലാണ് ഇട്ടിരുന്നത്. അതൊന്ന് വഴന്ന് വന്നപ്പോഴേക്കും അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തും കൂടി ഇട്ട് കൊടുക്കാം. ഈ സവാളയൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴറ്റണ്ട, ഒന്ന് നന്നായിട്ടൊന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വന്നാൽ മതി. ഇപ്പോൾ അതൊന്ന് വാടി വന്നിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 വറ്റൽമുളകും കൂടി ചേർത്തിട്ടുണ്ട്. എരിവ് അനുസരിച്ച് വേണം മുളക് ചേർത്ത് കൊടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാനിതിലേക്ക് ഒരു തക്കാളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്തിട്ടുള്ളത്. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടുന്നവരെ ഒന്ന് വഴറ്റി വേവിച്ചെടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടുന്നതിനായിട്ട് നമുക്ക് ഒരു 2-3 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. തണുത്ത് കഴിയുമ്പോൾ ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ഇത് അരച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളമൊന്നും ചേർക്കാതെ നല്ല പേസ്റ്റ് പോലെ നന്നായിട്ട് അരച്ചെടുക്കാം.
ഇത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഈ ചൂടായ പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോഴേക്കും ഇതിലേക്ക് അല്പം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരച്ചിരിക്കുന്ന തക്കാളി ചട്നി ചേർത്ത് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഷുഗർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഉപ്പും എരിവും പുളിയും ഒക്കെ ഒന്ന് ബാലൻസ് ആവാനായിട്ടാണ്. എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ നമ്മുടെ തക്കാളി ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. ഗോതമ്പ് ചേർത്തിട്ടുള്ള ദോശയും തക്കാളി ചട്നിയുമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗോതമ്പ് ദോശ തയ്യാറാക്കാതെ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.